സാധ്യതയുള്ളൊരു ഒരാളായിട്ടാണ് ഞങ്ങൾ അന്ന് മാത്യുവിനെ കണ്ടത്. ഞങ്ങൾക്ക് ചേംബർ ഓഫ് കൊമേഴ്സിൽ ഒത്തിരി വേണ്ടപ്പെട്ട ആളാണ് ശ്രീ മാത്യു. ഞങ്ങൾക്കൊക്കെ അഭിമാനമായിരുന്നു മാത്യു ഇലക്ഷനിൽ നിന്നപ്പോഴും അതുപോലെ അതിന് ശേഷം നിയമസഭയിലുള്ള പ്രകടനങ്ങൾ. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെ ഒരാൾ എല്ലാവർക്കും നോക്കത്തില്ല. ഇപ്പോൾ ആരോ പറഞ്ഞതുപോലെ ഷാഫിക്കോ ബൽറാമിനോ മാത്യു എഴുതാനോ അങ്ങനെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ശക്തമായിട്ട് നിയമസഭയിൽ പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനും സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സിനെ ബന്ധപ്പെടണം. ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. അതുപോലെ ഞാൻ പുണ്ടക്കാനയിൽ ഫോമയുടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അഭിമാനം തോന്നി. നമ്മുടെ മുൻ പ്രസിഡന്റ് 2 പ്രാവശ്യം പ്രസിഡന്റായിരുന്ന നമ്മുടെ വേവിച്ചായൻ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത്. സാധാരണ അങ്ങനെ ഒരു സംഭവമല്ല. വളരെ ശക്തരായ നേതാക്കന്മാരുടെ ഇടയിൽ പക്ഷെങ്കിൽ വേവിച്ചായൻ്റെ എന്താ പറയുന്നേ അപ്രമാദിത്വം എന്ന് പറയുന്നില്ല, പക്ഷെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരോടുള്ള ഒരു 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 കരുതലും സ്നേഹവും അദ്ദേഹത്തിൻ്റെ സമീപനവും തീർച്ചയായിട്ടും ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ശ്രീ വേവിച്ചായൻ്റെ ഈ വലിയ നേതൃത്വത്തിലേക്ക് വന്ന ഈ പദവിയിലെ എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളങ്ങൾ, ആശംസകൾ. താങ്ക് യു ജോർജ്. ഫാനയുടെ മുൻ പ്രസിഡന്റും നമ്മുടെ കാരണവരുമായ ശ്രീ ശശിധരൻ നായർ.